നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്ക് ശേഷം ചിലർ കോടതിയെയാണ് കുറ്റപ്പെടുത്തുന്നത്, ചിലർ പ്രോസിക്യൂഷനെ പഴി പറയുന്നു. ദിലീപ് അനുകൂലികൾ പോലീസ് കെട്ടിച്ചമച്ച കേസാണിത് എന്ന് ആരോപിക്കുന്നു. ദിലീപിനെ വെറുതെ വിടുമ്പോൾ കേസ് തുടങ്ങിയ കാലത്തേതുപോലെ കേരള സമൂഹം രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ദിലീപിന് വേണ്ടി സംസാരിക്കാൻ അക്കാലത്തെ പോലീസ് മേധാവി തന്നെ രംഗത്ത് വരുന്നു. കോടതി നീതി നടപ്പാക്കിയോ, നീതി നടപ്പായെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി നിർമ്മാതാവ് ലിബർട്ടി ബഷീർ, അഭിഭാഷകൻ മുഹമ്മദ് ഷാ, അഭിഭാഷകരായ ശ്രീജിത്ത് പെരുമന, ആശ ഉണ്ണിത്താൻ എന്നിവർ. ആദ്യം ലിബർട്ടി ബഷീർ, ഈ സിനിമാ ലോകം എങ്ങും തൊടാതെ ചിലർ സംസാരിക്കുന്നുണ്ട്. സിനിമാ ലോകത്ത് നിന്ന് നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്നാണ് അമ്മ പറയുന്നത്. എവിടെയും തൊടാത്ത ഒരു മറുപടിയാണ്. അതിജീവിതയ്ക്കൊപ്പമാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ വിട്ടയക്കപ്പെട്ട ദിലീപിനോടൊപ്പമാണോ എന്ന് ചോദിച്ചാലല്ല. ഇവിടെ പലതരത്തിലുള്ള നറേറ്റീവുണ്ട്. കേരള സമൂഹത്തിൽ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ആരുടെ പിഴവാണ് എന്ന് ചിലർ വാദിക്കുന്നു, ചിലർ പറയുന്നു ദിലീപിന് നീതി കിട്ടിയെന്ന് വാദിക്കുന്നു. ഇവിടെ അതിജീവിതയ്ക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇത് ചെയ്ത കുറ്റവാളികളായ ആ പ്രതികൾക്ക് പിന്നിൽ അവരുടെ മോട്ടീവ്, ആ ഗൂഢാലോചന, ആ കൊട്ടേഷൻ അത് ആരുടേതാണ് എന്ന് കണ്ടെത്തണ്ടേ? തീർച്ചയായിട്ടും അതിജീവിതക്ക് നീതി കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് കോടതിയെ കുറ്റം പറയാം, പ്രോസിക്യൂഷനെ കുറ്റം പറയാം. പിന്നെ സിനിമാ ലോകം ഈ സംഭവം കഴിഞ്ഞ അന്ന് മുതൽ എല്ലാ സംഘടനകളും, എൻ്റെ സംഘടന വെച്ചിട്ട് ബാക്കി എല്ലാ സംഘടനകളും, പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല, പ്രൊഡ്യൂസേഴ്സ്, അമ്മ, ഫെബ്ക എല്ലാം അന്ന് ദിലീപിൻ്റെ കൂടെ തന്നെ ഉണ്ടായത്. അതേ സ്റ്റാൻഡ് തന്നെ ഇന്നും ഉള്ളത്. അതിലൊരു മാറ്റമില്ല. അതിൽ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കും വേണ്ട. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ കേസിൻ്റെ നമുക്കെല്ലാം ഒരു കേസിന് തുടക്കം മുതൽ ആ കുട്ടിക്ക് ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് തോന്നൽ നിങ്ങളുടെ പത്രമാധ്യമങ്ങളും ഈ ചാനലും അറിയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ കുട്ടിക്ക് ഈ കോടതി നീതി കിട്ടൂല എന്നല്ലേ. അതിൽ കുട്ടീനെ ആവശ്യപ്പെട്ട പറയുന്ന ഈ ഫീമെയിൽ ജഡ്ജിനെ ഏർപ്പാടാക്കിയതും പിന്നെ മാറ്റാൻ കൊടുത്തതെല്ലാം അതിൽ കഴിഞ്ഞുപോയ കഥകളാണ്. പക്ഷെ ഇടക്കാലത്തിൻ്റെ പല സമയങ്ങളിലും കുട്ടിയെ കരഞ്ഞും കൊണ്ട് അവിടെ വിചാരണ കഴിഞ്ഞിട്ട് ഈ 10-20-25 ദിവസത്തോളം വിചാരണ നടത്തിയിട്ട് അവിടെ കരഞ്ഞും കൊണ്ട് ഇറങ്ങി വരുന്ന സമയത്തെല്ലാം ഞാൻ എത്രയോ കേസിൽ ആദ്യം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. പല കേസും ഡൽഹിയിലും ഇവിടെ നടത്തിയ വ്യക്തിയാണ്. ഞാൻ അന്നേരം ഈ കുട്ടിയോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ട് പ്രഗത്ഭമായ വക്കീൽമാർ എൻ്റെ പാനലുണ്ട്. ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ ഒന്നാം പ്രോസിക്യൂഷൻ പോയി, രണ്ടാമത്തെ പ്രോസിക്യൂഷൻ പോയി, മൂന്നാമത്തെ പ്രോസിക്യൂഷൻ വന്ന് ഇങ്ങനെ മാറി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കേസിൻ്റെ വീക്ക് തുടങ്ങി അങ്ങോട്ട്. ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ചിട്ട് ഈ കുട്ടിയോട് പറഞ്ഞിട്ട്, നമുക്ക് പ്രഗത്ഭമായ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് നിനക്ക് നിൻ്റെ വക്കീലായിട്ട് വാദിക്കണം, നിൻ്റെ വക്കീലിനെ ആരാക്കണം എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി കേട്ടില്ല. അതിന് പുറമെ ഞാൻ ഇന്ന് ഇങ്ങളിപ്പം ഏറ്റവും വലിയ വില കൽപ്പിക്കുന്ന ഇതിൻ്റെ കേസ് അന്വേഷിച്ച മേഡത്തോട് പോയിട്ട് മേഡത്തിൻ്റെ നേരിട്ട് ഞാൻ തിരുവനന്തപുരം ക്യാമ്പസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഡൽഹിയിൽ നിന്നിട്ടോ വലിയ പ്രഗത്ഭമായ വക്കീലിനെ കൊണ്ട് ദിലീപ് പൈസ കൊണ്ട് ഇട്ട് കളിക്കുകയെന്ന് പ്രഗത്ഭമായ വക്കീൽമാരെ അവൻ രംഗത്തിറക്കുന്നത്. ഡൽഹിയിലായാലും രാമൻ വക്കീലൊരു പട തന്നെയെന്ന് 10-25-30 വക്കീൽമാരാണ് അവിടെ കേസ് വിചാരണയ്ക്ക് വരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് അതിജീവിതൻ്റെ ഒരു എല്ലാ കാര്യവും മേഡത്തോട് അന്വേഷിക്കാണ്ട് ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ അത് ഞാൻ മേഡത്തിനോട് നേരിട്ട് ഞാൻ തിരുവനന്തപുരം പോയിട്ട് ഞാൻ പറഞ്ഞത്, ഒരു വക്കീലിനെ വെക്കണം, നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യാം, ഇത്രത്തോളം പറഞ്ഞിട്ട് അത് ചെവി കൊണ്ടില്ല അങ്ങോട്ട്. ഈ തുടക്കം മുതലേ ഈ അതിജീവിതക്ക് സ്വന്തമായിട്ടൊരു വക്കീലിനെ, അതിന് നിയമസാധ്യതയുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. സ്വന്തമായിട്ട് വക്കീലിനെ വെക്കാനും പ്രോസിക്യൂഷന് പുറമെ എത്രയോ കേസിൽ സ്വന്തമായിട്ട് വക്കീൽമാർ വെക്കുന്നുണ്ട്. ഒരു കേസ് വക്കീലിനെ വെച്ചിട്ടെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. ഒന്നത്. രണ്ടാമത്, ഓരോ സമയത്തും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അടച്ചിട്ട കോടതിയാണെങ്കിലും ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും ആ കോടതി കേൾക്കുന്നില്ല. അപ്പോൾ കോടതി തന്നെ ഒരു വൺ സൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് തുടക്കം മുതലേ കണ്ടത്. പിന്നെ മാറി വരുന്ന പ്രോസിക്യൂഷന്മാർ, പിന്നെ അവസാനം മൂന്നാമത്തെ പ്രോസിക്യൂഷൻ അജിത് കുമാറും മിനിയാന്ന് പേഴ്സണൽ വക്കീലായിട്ട് വന്നത്. പിന്നെ അജിത് കുമാർ വന്ന് അവിടെ വൻകിട വക്കീലന്മാർ ഇന്നത്തെ ലോകം നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്നതല്ല ലോകം മുഴുവൻ നടക്കുന്ന വലിയ കോടിക്കണക്കിന് കൊടുത്തിട്ട് വലിയ വക്കീലന്മാരെ ഇറക്കിയിട്ടാണ് കേസ് നടത്തുന്നത്. അതിൻ്റെ വിജയവും പരാജയവും 100% വിജയം കിട്ടുന്നുണ്ട്,
വല്ലപ്പോഴും നിന്ന് പരാജയം സംഭവിക്കുന്നില്ലോ. ആ സ്ഥാനത്ത് ഈ അതിജീവിത ഇറക്കുന്ന വക്കീലന്മാരും സാധാരണ വക്കീലന്മാർ, വലിയ വലിയ വക്കീലന്മാരെ അകത്ത് പോകാൻ പറ്റാത്ത വക്കീലന്മാരാണ് ഉള്ളത്. കോടതി തന്നെ ഇപ്പൊ നേരത്തെ ഒരു കണ്ട് രാമപിള്ള വക്കീൽ വരുന്ന സമയത്ത് ആ ജഡ്ജിനെ എഴുന്നേറ്റ് നിന്നിട്ട് കൈകൂപ്പി നിന്നിട്ട്, അപ്പൊ ആ ജഡ്ജിന്റെ മനോഭാവം എന്താന്ന്, ഈ കുട്ടിക്ക് കിട്ടുന്ന നീതി എന്താന്നുള്ളത് നമുക്ക് അന്ന് തോന്നി നീതി ഈ കുട്ടിക്ക് കിട്ടൂല എന്നല്ലേ. പക്ഷെ ഈ കുട്ടി പറഞ്ഞിട്ടൊന്നും കേട്ടൂല അങ്ങോട്ട്. നമ്മൾ ഇത്രയും അനുഭവസ്ഥരും സാമ്പത്തികമായിട്ട് വരെ എന്തെല്ലാം ചെലവ് നടത്തിയിരുന്നു, പിന്നെ പ്രകടനമായ വക്കീലിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടും അതും കേട്ടില്ല, സന്ദേഹമായിട്ടും കേട്ടില്ല അങ്ങോട്ട്. ഇതാണ് ഇതിന്റെ തുടക്കത്തിലുള്ളത്. പിന്നെ ഈ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മളെ അമ്മയായാലും ഫെഫ്കയായാലും മറ്റേ പ്രൊഡ്യൂസേഴ്സ് എല്ലാം അത് 90% ദിലീപിന്റെ കൂടെ ഉള്ളത്. അതിൽ ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രം, ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രം ഈ കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലോ. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ലിബർട്ടി ബഷീർ ചൂണ്ടിക്കാട്ടിയതുപോലെ അഭിഭാഷകർ വേണ്ടത്രയില്ല. മറുവശത്ത് 30ഓളം അഭിഭാഷകർ പ്രതിക്ക് വേണ്ടി ഹാജരാകുമ്പോൾ ഇവിടെയുള്ളത് ദുർബലരായ അഭിഭാഷകരായിരുന്നു, അതുകൊണ്ടാണ് കേസ് തോറ്റത് എന്ന വാദം ശരിയാണോ? അല്ല, അഭിഭാഷകരുടെ ദൗർബല്യമൊന്നും അത്തരമൊരു ക്രിറ്റിസിസത്തിനൊന്നും യാതൊരു സ്കോപ്പും ഇല്ല. കാരണം അങ്ങനത് പറയാനും പാടില്ല. കാരണം അത്രയധികം ത്യാഗം എടുത്ത് ബുദ്ധിമുട്ടി കേസ് നടത്തും. കേസ് നടത്തി കഴിയുമ്പോൾ തന്നെ കേസിന് വേണേൽ ജയിക്കാൻ പരാജയപ്പെടാം. ആ പരാജയപ്പെട്ട് കഴിയുമ്പോൾ തന്നെ അഭിഭാഷകരുടെ കുറ്റമായിട്ട് നമ്മൾ പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. കേസ് ഒന്നുകിൽ ജയിക്കും, ഇല്ലെങ്കിൽ തോക്കും, അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് കേസിന് കക്ഷിയായിരുന്നു. പക്ഷെ ഞാൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10-30 വർഷമായിട്ട് 10,000-കണക്കിന് കേസുകളിൽ ഫയൽ ചെയ്യുകയും അപ്പീർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കുറഞ്ഞൊരു 5,000 കേസിലെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മളെ സംബന്ധിച്ച് കേസുകൾ ജയിക്കും, കേസുകൾ തോക്കും. അതിന് ബേസിക് റീസൺ കേസിൻ്റെ മെറിറ്റും ഡിമെറിറ്റും തന്നെയാണ്. പിന്നെ കോടതികളിൽ നമ്മുടെ കേസ് ഇപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൻ്റെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായി പറയാനുള്ളൊരു കാര്യം, നമ്മൾ അക്യൂസ് നമ്പർ 8 ദിലീപ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഉള്ള ചാർജ് കോൺസ്പിറസിയാണ്. ഈ കോൺസ്പിറസി, ഈ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ ആദ്യം പോലും നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ലാപ്സസ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ ലാപ്സസ് എല്ലാം നിൽക്കുന്ന ആ ലാപ്സസ് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനൽ റിപ്പോർട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്, ചാർജ് ഷീറ്റ്. അപ്പോൾ ചാർജ് ഷീറ്റിന് ഒരു വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് ആണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇത് പല സ്റ്റേജിലും നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അടിസ്ഥാനമായി വീക്ക്നെസ് ഉള്ള ഒരു ചാർജ് ഷീറ്റിൽ ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ പ്രോസിക്യൂഷൻ ഇത് കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് എൻ്റെ പ്രശ്നം. മറു സൈഡിന് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ വീക്ക്നെസ് എവിടെയാണ്? ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഇപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഫ്ലോപ്പായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കമില്ല. അറ്റ്ലീസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ദിലീപ് അതിനകത്ത് കാര്യമായിട്ട് അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഫ്ലോപ്പായിട്ട് നടത്തുള്ളൂ. ഒന്നുകിൽ ദിലീപ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് ഇഷ്യൂ ആണ്. പക്ഷേ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന ചാർജല്ലേ കൊടുക്കുന്നത്. ആ ചാർജ് കൊടുക്കുമ്പോൾ ചാർജിൽ എവിഡൻസ് വേണ്ടേ? ചാർജിൽ ഇത് പ്രൂവ് ചെയ്യാനുള്ള സാധനം മെറ്റീരിയൽ വേണ്ടേ? ആ ചാർജിൽ നിന്നുകൊണ്ടാണ് ട്രയൽ നടത്തുന്നത്. അങ്ങനെ ഒരു ട്രയൽ നടത്തിയിട്ട് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രോസിക്യൂഷന് പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻ ഫയൽ റിപ്പോർട്ട് കൊടുക്കാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഫാക്ട്. ഇനി ജഡ്ജിമാരെ സംബന്ധിച്ച് ജഡ്ജസ് ഇപ്പോൾ പിന്നെ ഹൈക്കോർട്ടിലാണെങ്കിലും സുപ്രീം കോർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ സെഷൻസ് കോടതികളിലൊക്കെ ആണെങ്കിൽ ജഡ്ജസ് സീനിയർ ലോയേഴ്സിനെയൊക്കെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊക്കെ തന്നെയാണെങ്കിൽ കോടതിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കേസ് വരുമ്പോൾ സീനിയർ ലോയേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും സീനിയറായ ലോയർക്കൊരു പരിഗണന കൊടുക്കും, ദൂരെ നിന്ന് വരുന്ന ലോയർക്ക് പരിഗണന കൊടുക്കും. ഇതൊക്കെ ഒരു കേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇഷ്യൂ ഒന്നുമല്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. സിസ്റ്റത്തിന് അത്തരം പരിഗണനകളൊന്നും അല്ല ഇഷ്യൂ. പരിഗണനയുടെ പ്രശ്നം. പിന്നെ കോടതി ഒരു വിധി പറഞ്ഞു, ആ വിധി പകർപ്പ് കണ്ടില്ലല്ലോ, അതിനകത്ത് റീസണിംഗ് ഉണ്ട്. കൺവിക്ഷനും ഒരു റീസണിംഗ് ഉണ്ടാവും. കുറ്റപത്രം ദുർബലമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു റീസണിംഗ് ഉണ്ടാവും. ഈ കുറ്റപത്രം ദുർബലമായിരുന്നു ഇന്ന് DGP പഴയ ആ സമയത്ത് DGP ആയിരുന്ന TP സെൻകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് ഒരു പ്രതിയെ കണ്ടെത്തിയ പ്രതിക്ക് വേണ്ടിയുള്ള തെളിവ് അന്വേഷിക്കുകയായിരുന്നു പോലീസ് എന്നാണ് സെൻകുമാർ കുറ്റപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് B സന്ധ്യയെ ഉപദേശിച്ച ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കേസന്വേഷണം പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് DGP ആയിരിക്കുമ്പോൾ തന്നെ അന്ന് ADGP ആയ B സന്ധ്യ അദ്ദേഹം ഉപദേശിച്ചു എന്നും പറയുന്നു. അതായത് പോലീസിൻ്റേത് അത്തരത്തിൽ ഒരു പ്രതി ആണെന്നൊരു അസംഷനിൽ അയാൾക്ക് വേണ്ടിയുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലായിരുന്നു. അതാണോ താങ്കൾ പറഞ്ഞതുപോലെ ഈ ദുർബലമായ കുറ്റപത്രത്തിൽ എത്തിയത്? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ പ്രതി ആദ്യം വെച്ചിട്ട് പ്രതിയെ പൂട്ടാനുള്ള എവിഡൻസ് ഉണ്ടാക്കുന്നത് CBIയുടെ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ പലപ്പോഴുണ്ടാകുന്നു. പ്രതിയെ പൂട്ടാനുള്ള സാധനം കൊണ്ടുവന്നുള്ള കുഴപ്പം എവിഡൻസസ് ഒക്കെ കുഴപ്പത്തിലാവും. പിന്നെ അവസാനം ട്രയലിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. വളരെ ഫ്രഷായിട്ട് നമ്മൾ പ്രതിയിലേക്ക് എത്തുക, ആ എത്തുന്ന വഴിയിൽ കിട്ടുന്ന തെളിവുകൾ, ആ തെളിവുകൾ ശേഖരിച്ചെടുക്കുക,
അഡീഷണലായ തെളിവുകൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആ മിസ്സിംഗ് കൊണ്ട് ചേർക്കുക. അങ്ങനെ ഒരു കോൺക്രീറ്റ് കുറ്റപത്രം ഉണ്ടാക്കിയാൽ മാത്രമേ ട്രയലിൽ അത് ഉപകാരപ്രദമാവുകയുള്ളൂ. ബേസിക് അങ്ങ് പറയുന്ന കാര്യം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ. പോലീസ് പ്രതിയിലേക്ക് എത്തുകയായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ദിലീപിലേക്ക് എത്തുകയായിരുന്നില്ല. ദിലീപ് ജയിലിൽ നിന്ന് പുറത്തു വന്ന ഒരു കത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ കത്തുമായി DGPക്ക് പോകുന്നു. DGP അന്വേഷണ സംഘത്തിന് ആ കത്ത് കൈമാറുന്നു. അന്വേഷണ സംഘം നോക്കുമ്പോൾ അത് പ്രതിയിലേക്കുള്ളൊരു ലീഡാണ്. അവരത് അന്വേഷിക്കണ്ടേ? അല്ല, അത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രക്ഷോഭ സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾ ഇയാൾ ഇതിനകത്ത് റോളുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള വലിയ ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടായിരുന്നു. നമ്മളില്ലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രതി ഇതൊക്കെ ആ സമയത്ത് കത്ത് വരുന്നു, കത്തേൽപ്പിക്കുന്നു, അതൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിലും there was a hue and cry stating that ദിലീപ് is പക്ഷേ മുഹമ്മദ് ഷാ അങ്ങനെ ഒരു മുറവിളി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെന്താണ്? അത്തരം ഗൂഢാലോചനകളൊക്കെ ഉണ്ട്. അതായത് മഞ്ജു വാര്യർ ഉൾപ്പെടെ ഗൂഢാലോചന അന്വേഷണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഗൂഢാലോചനയൊന്നുമില്ല എന്ന് അസന്ദിഗ്ധമായി ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞൊരു കേസാണിത്. പിന്നീടാണ് ഈ കത്ത് വരികയും മാസങ്ങൾ കഴിഞ്ഞ് ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. അല്ല, ആ സ്റ്റേജിലൊക്കെ ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് പോകരുത് എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഈ കേസിൽ. മനസ്സിലാക്കിക്കണം. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് ആ പോലീസ്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷന് ലാപ്സസ് ഉണ്ടെങ്കിൽ അതങ്ങനെ ഇന്നസെൻ്റായി സംഭവിക്കുന്നതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ ഇതിനകത്ത് എൻ്റെ പോയിന്റ്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയേ മതിയാവൂ, അതിന് തർക്കമൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ കോൺസ്പയർ ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ബുക്ക് ചെയ്യപ്പെടണമെന്ന് തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്താലേ പറ്റുള്ളൂ. ഇപ്പോൾ മന്ത്രിമാരൊക്കെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അപ്പീൽ കൊടുത്ത് നേരെയാക്കും എന്നൊക്കെ. ഇതൊക്കെ ഒരു ഗോഗോ വിളിയാണ്, അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ഞാൻ പറയാം, ഇതിൻ്റെ അപ്പീൽ വിക്ടിം പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇൻവെസ്റ്റിഗേഷനിലെ ലാപ്സസും ട്രയലിലെ ലാപ്സസും ഒക്കെ ഈ ഗവൺമെൻറ് ഒരു അപ്പീൽ കൊടുക്കും, സർക്കാർ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ വീഴ്ചയായി കോടതിയുടെ മുമ്പിൽ വരും. കാരണം ഇതിനകത്ത് ലാപ്സസ് ഉള്ളതുകൊണ്ടല്ലേ. അതേസമയം വിക്ടിം പറയുമ്പോൾ വിക്ടിമിൻ്റെ പോയിന്റ് എന്താ? ഞാനിതിനൊന്നും ഉത്തരവാദിയല്ല. ഇൻവെസ്റ്റിഗേഷൻ ലാപ്സസ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കുഴപ്പമാണ്. പ്രോസിക്യൂഷനിൽ ലാപ്സസ് ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നടത്തിയല്ലോ കുഴപ്പമാണ്. അതുകൊണ്ട് വിക്ടിം ഇൻഡിപെൻഡൻ്റ് ആയി ആ അപ്പീലിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ഗവൺമെൻറ് റിലേ ചെയ്തുകൊണ്ട് നിൽക്കരുത്. ഗവൺമെൻറ് റിലേ ചെയ്തുകൊണ്ട് നിന്നാലുള്ള കുഴപ്പം, ഗവൺമെൻറ് നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. പക്ഷേ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന പണി അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതികൾക്കെതിരെയുള്ള അത് തികച്ചും അട്ടിമറിക്കപ്പെട്ടു എന്നാണോ ആരോപിക്കുന്നത്? ഏതാ കേസന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നാണ് ആരോപിക്കുന്നില്ല. കാരണം റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെ അല്ല, കേസന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു, പിന്നെന്ത് പറഞ്ഞേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പിന്നല്ല, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി നമ്മൾ ആ ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം പറയാം. കോടതി എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് പറയാം. ഞാനൊരു കാര്യം പറയാം, ഈ ജഡ്ജിയെ സംബന്ധിച്ചോ ഈ സിസ്റ്റത്തെ സംബന്ധിച്ചോ ഞങ്ങൾക്കാർക്കും യാതൊരു തർക്കവുമില്ല. കാരണം ഈ കോടതികളിലൊക്കെ നമ്മളൊക്കെ ഹാജരാകുന്ന കോടതി തന്നെയാണ്. വളരെ ഇൻഡിപെൻഡൻ്റായി ഇംപാർഷ്യലായി പരിഗണിക്കുന്ന കോടതികൾ അതൊക്കെ. അത് പിന്നെ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കും, വേറൊരു കാര്യവും നോക്കില്ല. അങ്ങനെ നോക്കരുതല്ലോ, അങ്ങനെ വേണ്ട സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാൻ. അസംഭവ്യമാണ് അങ്ങയുടെ കരിയർ ഇതായിരിക്കെ തന്നെ. എന്റെ ചോദ്യം, ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന റിപ്പോർട്ട് കോടതി തന്നെയാണ് പൂഴ്ത്തിവെച്ചത്. കോടതിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിജീവിത തന്നെ പലവട്ടം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ടുണ്ട്. എന്നിരിക്കെ അവർക്കൊരു പരാതിയുണ്ട്. പോയിട്ട് വന്നിട്ടല്ലേ ഈ പറയുന്നത്? എന്താ ഇപ്പൊ പറയുന്നത്? ആണ് പക്ഷേ ഈ പറയുന്ന ഈ ഫോറൻസിക് റിപ്പോർട്ട് മറച്ചു വെച്ചതും കോടതി തന്നെയാണല്ലോ. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണല്ലോ ഒരു തൊണ്ടി മുതൽ പുറത്തു പോയത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് പിന്നെ ജഡ്ജി പോക്കറ്റിട്ടുകൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനൊരു ജുഡീഷ്യൽ ഓഫീസറെ കുറിച്ചാണ് പറയുന്നത്. ആ ഓഫീസറിൻ്റെ ഒരു കേസിൻ്റെ പരിഗണനയുടെ രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇമ്പാർഷ്യലും ഇൻഡിപെൻഡൻറ്റുമായി നല്ല രീതിയിൽ മെറിറ്റിൽ ഇൻ്റലക്ച്വലി ഒരു സാധനം നോക്കി കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയാണ് ഇതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയാലും ഹൈക്കോടതിയിലെ ജഡ്ജി ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഇൻ്റർഫിയർ ചെയ്തില്ല തീരുമാനിച്ചാൽ ഹൈക്കോടതി ജഡ്ജിയുടെ മുതൽ കയറരുത്. അത് ശരിയല്ല. കാരണം കൊടുത്തിരിക്കുന്ന തെളിവനുസരിച്ചൊക്കെ വിധിയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഇനി സപ്പോസ് തിരിച്ച് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയാണ് ദിലീപിൻ്റെ ആളുകളെല്ലാം കൂടെ ഹൈക്കോടതി ജഡ്ജിയോട് കയറുന്നത്. അവർക്ക് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അതൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര ഒച്ച വെച്ചാലും അതിന് പുറത്ത് ചാടാൻ അവർക്ക് കഴിയില്ലല്ലോ. ഇതിനൊരു ഹൈറാർക്കി ഉണ്ട്, ഇതിന് മുകളിലേക്കും പോകും. ഈ ജഡ്ജ്മെൻറ്റ് എഴുതുമ്പോൾ ജഡ്ജിക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പീൽ പോകുന്ന കേസാണെന്ന്. അതിനുള്ള ബോധ്യത്തോടെയല്ല അത് എഴുതുന്നത്. ആ കോടതിയിൽ കണ്ടാൽ തിരിച്ച് അതിനെക്കുറിച്ച് അവിടെ അതിന് ചോദ്യം ചെയ്യപ്പെടുമെന്നവർക്ക് അറിയില്ലേ? അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട്
തന്നെ എഴുതത്തുള്ളൂ. കാരണം അല്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാനൊന്നും പറ്റില്ല അതിനകത്ത്. ഇത്രയും വലിയൊരു കേസിൽ, പ്രധാനപ്പെട്ട ഒരു കേസിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ വന്നാൽ ഹൈക്കോടതി നോക്കുമ്പോഴും മേൽക്കോടതിയിൽ അത് പരിശോധിക്കപ്പെടും എന്നുള്ള ഇത് തന്നെ പരിഗണനയിൽ തന്നെ പോകുന്നത്. ഇപ്പോൾ ഇത് എല്ലാവരും കൂടെ കോടതിയുടെ മുഖത്തോട്ട് കോടതിക്കെതിരെയുള്ള ചാർജായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് തടിയൂരി എടുക്കാനൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ ലാപ്സസ് ഉണ്ടെങ്കിൽ കേസ് പൊളിയും. ഇൻവെസ്റ്റിഗേഷൻ ലാപ്സസ് പ്രോപ്പറായിട്ട് പ്രോസിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അത് വക്കീലിൻ്റെ കുഴപ്പം കൊണ്ടോ പിന്നെ ജഡ്ജിയുടെ കുഴപ്പം കൊണ്ടോ ഒന്നും ആകണമെന്നൊന്നുമില്ല. അതിന് കുഴപ്പം ഇൻവെസ്റ്റിഗേഷൻ്റെ കുഴപ്പം തന്നെയാണ് നമ്മൾ പറയേണ്ടി വരും. പിന്നെ ഇതൊക്കെ നമുക്ക് കൺക്ലൂസീവായിട്ട് പറയണമെങ്കിൽ ജഡ്ജിൻ്റെ റീസണിങ് കാണണം. ആ കേസിൻ്റെ റീസണിങ് എനിക്ക് എന്തുകൊണ്ട് ഇത് ബോധ്യപ്പെട്ടില്ല എന്ന് ജഡ്ജ് റീസണിങ് വളരെ വ്യക്തമായി ആ റീസണിങ് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുക്കും. ശരി, ശ്രീജിത്ത് പെരുമന, ഇവിടെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് ഈ സംഭവവികാസങ്ങളുടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ദിലീപാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികളുടെ മോട്ടീവ് എന്താണ്? ഈ പ്രതികൾക്ക് പിന്നിൽ ആരാണ്? ഇത് കൊട്ടേഷനാണ് എന്ന് അതിജീവിതയോട് ആ പ്രതികൾ തന്നെ ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്. എങ്കിൽ ആ കൊട്ടേഷൻ ആര് നൽകി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണ്ടേ? അത് അല്ലാതെ ഇതൊരു ദിലീപ് വേട്ടയായി മാറ്റുകയാണ്, ദിലീപിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ്, ദിലീപിനെ പ്രതിയായി കണ്ട് അതിനുവേണ്ടിയുള്ള തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം ചെയ്തത് എന്ന ആരോപണവുമുണ്ട്. അങ്ങനെ ആരോപിക്കുന്ന അന്നത്തെ കാലത്തെ DGP തന്നെയാണ്. അപ്പോൾ ഇതിൽ വീഴ്ച വന്നിട്ടുള്ള അന്വേഷണത്തിലാണ്. ചോദ്യം എന്നോടാണോ? അതെ. നോക്കൂ, ഇതിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരു ക്രിമിനൽ കോൺസ്പിരസി കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഈ ക്രിമിനൽ കോൺസ്പിരസി നടന്നിട്ടുള്ളത് 8ാം പ്രതിക്കെതിരെയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ അത് അങ്ങനെ ഒരു ആരോപണമായി തന്നെ അങ്ങ് വെച്ചോളൂന്നേ. അതായത് 8 വർഷവും 9 മാസവും 21 ദിവസവുമായി ദിലീപിന്റെ വാദമാണ് ശ്രീ. ഞാൻ ചോദിച്ചത് ഈ ക്രൈമിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്നാണോ ശ്രീത്തിന്റെ വാദം? ഈ ക്രൈമിന് പിന്നിലെ ഒരു ഗൂഢാലോചന ഇല്ല എന്നാണോ? അല്ല, ഞാൻ പറയട്ടെ, ഗൂഢാലോചനയുണ്ടെന്നേ. ഈ ക്രൈമിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ക്രൈം ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നേ. ഈ ഗൂഢാലോചന ദിലീപിനെതിരാണ്. 8ാം പ്രതി അനുബന്ധ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ദിലീപിനെതിരെയാണ്. അതിനപ്പുറത്തേക്ക് 6 പ്രതികളെ ശിക്ഷിച്ചല്ലോ, വളരെ കൃത്യമായിട്ട് കാര്യകാരണസഹിതം. അത് പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ 6 പ്രതികളെ ശിക്ഷിച്ചല്ലോ. എന്നിട്ടും നിങ്ങൾക്ക് 8ാം പ്രതിയിലേക്ക് എത്തുന്നതാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്? അപ്പോൾ എൻ്റെ മറു ആരോപണം എന്ന് പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ ദിലീപിൻ്റെ വക്കാലത്തെടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ 8 വർഷവും 9 മാസവും 21 ദിവസവും കാത്തിരുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോയതും അദ്ദേഹത്തിൻ്റെ ഒരു നാരങ്ങ മുട്ടായി പോലും മേടിച്ച് കുടിച്ചിട്ടല്ല, അദ്ദേഹവുമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു ബന്ധവും ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരാൾ മാധ്യമ വിചാരണയുടെ ഇരയാകുന്നു എന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ ഒരു സമയത്ത്, അത് പറയുന്നതിന് മുമ്പായിട്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയതിന് നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കേസുണ്ടല്ലോ. MV നികേഷ് കുമാറിൻ്റെ എതിരെ FIR ഉണ്ടല്ലോ. ഇത്തരം ചർച്ചകൾ കൊണ്ടുവന്നതിന്, ഇത്തരത്തിൽ മാധ്യമ വിചാരണ നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ 2 കേസുകളുണ്ടല്ലോ. അപ്പോൾ അത്തരം കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാധ്യമ വിചാരണയിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ദിലീപിനെ ആയിരുന്നു, ചെയ്തത് ദിലീപിനെ ആയിരുന്നു. അത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയോടുകൂടെ നിങ്ങൾക്ക് ഇതിലെ നിങ്ങളോട് ഞാൻ ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്, ഇതിലെ ഒരു ക്രിമിനൽ കോൺസ്പിരസി അത് നടത്തിയത് ആരാണെന്ന് ഞാൻ പറയാം. ഞാൻ പേരുകൾ ആദ്യമായിട്ടാണ് പറയണത്. ആദ്യമായി ദിലീപിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ ഒരു റാൻഡമായിട്ട് പറഞ്ഞത് ADGP സന്ധ്യ എൻ്റെ മുൻ ഭാര്യ എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ജു വാര്യരായിരിക്കണം. ADGP സന്ധ്യ, മുൻ ഭാര്യ, പിന്നെ ശ്രീജിത്ത്, നമ്മുടെ ADGP ശ്രീജിത്ത്, IG ശ്രീജിത്ത്, ഇത്തരം ആളുകളുടെ ഗൂഢാലോചന അവരെല്ലാവരും ഒരു കീ പോസ്റ്റുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അവരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഇതിൽ കൃത്യമായിട്ട് പരിശോധിക്കണമെന്നേ. ഞാൻ പേര് പറഞ്ഞുകൊണ്ടല്ലേ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ പങ്കുണ്ടാകണം, അവരുടെ പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, ആ ഗൂഢാലോചന അന്വേഷിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ലിബർട്ടി ബഷീർ ഇവിടെ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്കാണ്. ഏതോ പ്രതി വന്ന സമയത്ത് കോടതി ജഡ്ജ് എണീറ്റ് നിന്നു എന്നുള്ളത്. ഒരു കോടതിയിൽ എങ്ങനെയാണ് ഒരു ജഡ്ജ് വരുന്നതെന്നും വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് അഭിഭാഷകരും അവിടെ സന്നിഹിതരായിട്ടുള്ള കക്ഷികളും അല്ലെങ്കിൽ മറ്റ് ആളുകളും ഒക്കെ
വിസിറ്റേഴ്സും ഒക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു കീഴ്വഴക്കമുണ്ടെന്നേ. അത് എല്ലാവരും എണീറ്റ് ആ ചെയറിനെ, അതായത് ആ ബെഞ്ചിനെ, ആ ഇരിക്കുന്ന കസേരയെയാണ് ബഹുമാനിക്കുന്നത്. അവിടെ എക്സ് ഓർ വൈ ആരുമാവട്ടെ, അത് ഹണിയം വർഗീസ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവട്ടെ, അതിനൊന്നും ഒരു വിഷയമില്ല. ആര് വന്നു കഴിഞ്ഞാലും അവർ നമ്മളെ വണങ്ങും, നമ്മൾ ആ ചെയറിനെ വണങ്ങിക്കൊണ്ട് ശേഷമാണ് ഇരിക്കുക. മൈ ലോഡ് എന്നാണ് നമ്മൾ പിന്നെ എന്താണ് ലോഡ്ഷിപ്പ്, മൈ ലോഡ് എന്നൊക്കെയാണ് നമ്മൾ ഈ ബെഞ്ചിനെ സംബോധന ചെയ്യുന്നത്. അതായത് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ മലയാള പരിഭാഷയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കീഴ്വഴക്കം, അതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മറ്റൊരു രീതിയിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് കൊണ്ടുള്ള വലിയ മോശമായിട്ടുള്ള അല്ലെങ്കിൽ കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തൃശ്ശൂരിലെ CPIMൻ്റെ ഈ പറയുന്ന 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് ഈ പറയുന്ന ഹണിയം വർഗീസ്, അതായത് MM വർഗീസിൻ്റെ മകളാണ്. അപ്പോൾ സ്റ്റേറ്റ് മുഴുവൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി ആണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ്, ആ സ്റ്റേറ്റ് ആണല്ലോ പ്രോസിക്യൂഷനെ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകളാണല്ലോ. എത്ര വലിയ രീതിയിൽ അവരെ ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടി എന്ന നിലയിൽ വേട്ടയാടിയിട്ടുണ്ട്. ഈ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നീതി ലഭിക്കില്ല, ഈ കോടതി മാറ്റണം, ഈ കോടതി ജഡ്ജിനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലടക്കം പോയില്ലേ. ആ ഘട്ടങ്ങളിലൊക്കെ എത്ര കണ്ട ആക്ഷേപങ്ങളാണ് അല്ലെങ്കിൽ ശാസനകളാണ് ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഒക്കെ അതിജീവിതയ്ക്കും ഈ രാജിവെച്ചിട്ടുള്ള സുരേശൻ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂട്ടർമാർക്കും ലഭിച്ചിട്ടുള്ളത്. ഒരു വേള ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദി പ്രോസിക്യൂട്ടർ ടു എന്താണ് ഒരു അവെഞ്ചിങ് ഏഞ്ചലായിട്ട് അല്ലെങ്കിൽ ഇരയുടെ മാലാക ചമഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇന്ന പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനോ ഉള്ള പണിയല്ല പ്രോസിക്യൂട്ടറുടെ എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ ഹൈക്കോടതിക്കുണ്ടായില്ലേ. ജഡ്ജിൻ്റെ മനോവീര്യം തകർക്കരുത്, ജഡ്ജിൻ്റെ ആത്മവിശ്വാസം തകർക്കരുത്, അവർ ഇത്രയും സെൻസേഷനിലും സെൻസിറ്റീവുമായിട്ടൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ. ഒരു തരത്തിലും അത് ആ ജഡ്ജിനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇരകളുണ്ട് എന്ന് ഒരു തരത്തിൽ പരന്നു വെക്കുന്ന ഒരു കേസ് കൂടിയാണിത്. ആർക്കൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 3 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചിട്ടുള്ള കേസുകൾ എവിടെ ഉണ്ടായിട്ടുണ്ട്? ചാനൽ ചർച്ചകളിൽ വന്നിട്ടുള്ള അഭിഭാഷകനെ ഇയാൾ മതി, എനിക്ക് നന്നായിട്ട് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നുണ്ട്, ഇദ്ദേഹം എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവണം എന്ന് പറയുമ്പം അടുത്ത ദിവസം ഉത്തരവിറങ്ങുകയാണ് ഇദ്ദേഹമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വിഷയത്തിൽ എന്നുള്ളത്. അല്ലെങ്കിൽ ഇയാൾ വേണ്ട, ഈ ജഡ്ജിനെ തന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോവുകയാണ്. ഈ നിയമത്തെ ഏതൊക്കെ രീതിയിൽ അനാശാസ്യമായി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു തന്ന ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ള രീതിയിൽ വിലയിരുത്തപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ ക്രൈമിന് പിന്നിൽ ഗൂഢാലോചനയില്ലേ? ഈ ക്രൈം നടന്നത് ശ്രീജിത്ത് പറയുന്ന പോലെ ബി സന്ധ്യയും മഞ്ജു വാര്യരും ഗൂഢാലോചന നടത്തിയാണോ ക്രൈം ഉണ്ടായത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ക്രൈം ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓടുന്ന വണ്ടിയിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നൊക്കെ കോടതി വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞല്ലോ. 6 പ്രതികളെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഈ കുറ്റം ഈ ബി സന്ധ്യയും മഞ്ജു വാര്യരും ഒക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അനുബന്ധ കുറ്റപത്രത്തിൽ അനുബന്ധമായിട്ട് വന്നിട്ടുള്ള കാര്യം അല്ല ശ്രീജിത്ത്, അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം, വാക്കാലുള്ള നിരീക്ഷണം. അപ്പോൾ അവിടെ ഒരു കോൺസ്പിരസി ഉണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. അതാണല്ലോ അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. എല്ലാ ക്രിമിനൽ കേസിലും അതാണല്ലോ. അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ട്, അവിടെ ഒരു ഗൂഢാലോചനയുണ്ട്. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. അല്ല, മറിച്ചൊരു ഗൂഢാലോചനയുണ്ട്, അത് തെളിയിക്കട്ടെ, അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ അത് പരാതി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു പരാതി ദിലീപിനില്ല.
അതിന് പരാതി ദിലീപിനില്ല. അതിന് പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുക എന്നാണ് മാധ്യമങ്ങളോടും ഈ ദിലീപ് പറഞ്ഞത്. നോക്കൂ, അല്ല ഞാൻ മോഡറേറ്ററോട് ഒരു കാര്യം പറയാണ്. നോക്കൂ, ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ? ഒരു 120B ക്രിമിനൽ കോൺസ്പിറസി, അതും ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു കേസിൽ ആ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറയുകയാണ്, എനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി അന്വേഷിക്കണം, അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ അതായത് കേന്ദ്രത്തിൻ്റെ, അതായത് ഇംപാർഷ്യലായി വളരെ കൃത്യമായുള്ള രീതിയിൽ വളരെ വലിയ സോഴ്സ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന സംവിധാനമാണ് CBI. അവസാന വാക്കാണ് നമ്മുടെ. അപ്പം ആ CBI എൻ്റെ കേസ് അന്വേഷിക്കണം. എന്നെ കുറിച്ച് കേരള പോലീസോ അല്ലെങ്കിൽ ഈ ബി സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകളോ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ കേട്ടുകേൾവിയുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യത്തിൽ ആരെങ്കിലും ഒരാൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി തനിക്കെതിരെ അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. അർണബ് ഗോസ്വാമിക്കെതിരായ ബാർക്ക് തട്ടിപ്പ് കേസിൽ നോക്കൂ, അർണബ് ഗോസ്വാമിക്കെതിരായ ബാർക്ക് തട്ടിപ്പ് കേസിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തപ്പോൾ അർണാബിന്റെ ആവശ്യം അതായിരുന്നു, മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കരുത്, CBI അന്വേഷിച്ചോട്ടെ എന്നായിരുന്നു. ഒന്നുകൂടെ അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ക്രൈം നടക്കുന്നു, അവിടുത്തെ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ ആ പ്രതി പറയുകയാണ് ഈ സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അർണബ് ഗോസ്വാമിക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് ബാർക്ക് തട്ടിപ്പ് കേസിൽ കേസെടുത്തപ്പോൾ വേണ്ട, മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതി എന്നാണ് അർണബ് ഗോസ്വാമി വാദിച്ചത്. അല്ല, അത് എപ്പോഴാണെന്നേ, അർണബ് ഗോസ്വാമിയുടെയൊക്കെ കേസ് എപ്പോഴാണെന്നേ കോടതിയിൽ വന്നത്? ഇത് 2017 ഫെബ്രുവരി 17 ഞാനൊരു ഉദാഹരണം പറയാണ്. ഒരു പ്രതി എന്തുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയെ അവിശ്വസിക്കുന്നു, അതായത് രാഷ്ട്രീയ പ്രേരിതമായി ബയസ്ഡ് ആയിട്ട് തനിക്കെതിരെ അന്വേഷണം ഉണ്ടാവുമെന്ന് ഭയക്കുമ്പോൾ ഏജൻസി മാറണമെന്ന് ആവശ്യപ്പെടും, സ്വാഭാവികം. അല്ലല്ലോ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ശ്രീജിത്തും ബി സന്ധ്യയും പിന്നെ മഞ്ജു വാര്യരും രമ്യ നമ്പീശനൊക്കെ ഉള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചന സംശയിക്കുന്ന ഒരു പ്രതി സ്വാഭാവികമായിട്ടും ഈ ശ്രീജിത്തും സന്ധ്യയും ഒക്കെ ആ പോലീസ് സംവിധാനത്തിൻ്റെ, അതായത് അന്വേഷിക്കുന്ന സംവിധാനത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിലനിൽക്കെ, അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് നീതി കിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ഭാഗം പറയാൻ, അല്ലെങ്കിൽ തൻ്റെ ഭാഗം കേൾക്കില്ല, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല കോടതിയിൽ, അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്ന് സ്വാഭാവികമായിട്ട് ഒരു പ്രതി ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു റെമഡി എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസി വിശ്വാസമില്ല, അതുകൊണ്ട് CBI അന്വേഷിക്കണം. അല്ലാതെ ഏറ്റവും ഉന്നതമായ ഒരു ഏജൻസി അന്വേഷിച്ച് സത്യം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹമല്ലാതെ ഈ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് മറ്റൊരു ഏജൻസിയിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ലിബർട്ടി ബഷീർ, ഇവിടെ ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞ ഒരു കാര്യം, അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ട ഒരു കേസാണിത്. ശരി, ശ്രീജിത്തിലേക്ക് വരാം. ശരി അധികാരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരി ലിബർട്ടി ബഷീർ, ഇവിടെ മുഹമ്മദ് ഷാ ചൂണ്ടിക്കാട്ടുന്ന കേസിന്റെ അന്വേഷണം തുടക്കം മുതൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു അസംഷനിൽ ഒരു പ്രതിയായിരിക്കും എന്നൊരു തോന്നലിൽ അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാനുള്ള ഒരു അന്വേഷണമാണ് നടന്നത് ഒരു വശത്ത്. മറ്റൊന്ന് ഈ ദുർബലമായ കുറ്റപത്രം. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡിയാണ്, ലിബർട്ടി ബഷീറിന് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ബി സന്ധ്യക്കെതിരെ ദിലീപ് അനുകൂലികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ബി സന്ധ്യയെ ഈ കേസിൻ്റെ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ അവരെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് തന്നെ മാറ്റിയിരുന്നു. പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ രണ്ടാം ഘട്ടത്തിലൊരു വെളിപ്പെടുത്തലുമായി വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് സന്ധ്യയെ എടുത്ത് മാറ്റുന്നത്. പിന്നീട് ശ്രീജിത്ത് അതിൻ്റെ ചുമതലയിൽ വരുന്നു, മോണിറ്ററിങ്ങിൻ്റെ ചുമതലയിൽ വരുന്നു. ശ്രീജിത്തിനെയും കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റുന്നു. അതായത് ഇവിടെ അന്വേഷണം തന്നെ പാളിപ്പോയി, അതുകൊണ്ട് കുറ്റപത്രം ദുർബലമായി, പ്രോസിക്യൂഷൻ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നതല്ലേ സത്യം? അല്ല, നിങ്ങളുടെ ഒരു കാര്യം ഇപ്പം ഇത്രയും രണ്ട് പ്രകടമായ നിയമജ്ഞന്മാർ മുമ്പിൽ ഞാൻ വാദിക്കുകയല്ല. നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലും അവസാന ഘട്ടത്തിലുണ്ടായത് ബാലേന്ദ്രമേനോൻ വരുന്നത് അവസാന ഘട്ടത്തിലാണ്. സന്ധ്യ മേഡാന്ന് ഇതിൻ്റെ തുടക്കം മുതലേ ഉണ്ടായത്. ഷീജിത്ത് കുറഞ്ഞ സമയം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സെൻകുമാർ അദ്ദേഹത്തിന് സുപ്രീം കോടതിൻ്റെ വിധി ഉണ്ടായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി ഉണ്ടായിട്ട് 2-3 മാസം മാത്രമാണ് സെൻകുമാർ അന്ന് DGP ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്താണ് അന്ന് ദിലീപിനെ റിമാൻഡ് അറസ്റ്റ് ചെയ്ത സമയത്ത് ജാമ്യത്തിൽ രാത്രി വിട്ടുകൊടുക്കണമെന്ന് സെൻകുമാർ എന്ന ഓർഡർ ഇറക്കിയത്. കുറഞ്ഞ ദിവസം ഒരു 1-2 മാസം സെൻകുമാർ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കേസിനെ അട്ടിമറിക്കപ്പെടുമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ അറിയോ,
ബൈജു പോലീസും സുദർശൻ DYSPയും എനിക്കറിയുന്ന സത്യസന്ധമായ പോലീസ് ഓഫീസേഴ്സാണ്. ഒരു 10 പൈസക്ക് വാങ്ങിക്കൂല, ഒരു കേസാകുന്നതിന് വഴങ്ങൂല. അത്രയും സത്യസന്ധമായിട്ടുള്ള കേസ് അന്വേഷണം നടത്തുന്ന 2 ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസ് അന്വേഷിച്ചത്. പിന്നെ കേസ് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി അവർ നിൽക്കുകയില്ല അങ്ങോട്ട്. പിന്നെ അട്ടിമറിക്കപ്പെടണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നെങ്കിൽ അട്ടിമറിക്കപ്പെടണം. അത് എത്രത്തോളം സത്യം ഉണ്ടോ എന്നത് അത് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അവരാവുന്നത്തോളം ശ്രമിച്ചിട്ടുണ്ട്, ഒരു 100% ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. 1ാമത്തെ പ്രോസിക്യൂഷൻ പോയി, 2ാമത്തെ പ്രോസിക്യൂഷൻ പോയി, 3ാമത്തെ പ്രോസിക്യൂഷന്മാർ മാറി വരുന്ന സമയത്ത് തന്നെ ആ കേസിന് ഒരു വീക്ക് സാധാരണക്കാരെന്ന് തോന്നില്ല. അധികം നിയമമൊന്നും പഠിക്കണ്ട, സാധാരണക്കാരൻ തോന്നില്ല. 1ാമത്തെ പ്രഗത്ഭമായ ഒരു പ്രോസിക്യൂഷൻ ആദ്യം തന്നെ മാറുന്നു, 2ാമത്തെ പ്രോസിക്യൂഷൻ അത് മാറുന്നു. അപ്പം അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ മാറാൻ വേണ്ടിയിട്ട്. 3ാമത്തെ തന്നെ പിന്നെ ആ കുട്ടിൻ്റെ മാനസിക നില അവർക്ക് വേണ്ടി ചാനൽ ചർച്ച ചെയ്യുന്ന ഒരു വക്കീലിനെ വേണമെന്ന് അവരങ്ങോട്ട് നിർബന്ധിച്ചിട്ട് പിന്നെ 3ാമത്തെ പ്രോസിക്യൂഷൻ വരുന്നത്. അപ്പോൾ കേസിൻ്റെ ഒരു 75% ആ സമയത്തേക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേസ് അട്ടിമറിക്കപ്പെടുന്നതെന്നല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ സംശയിക്കാത്ത കാര്യമാണ്. ദിലീപോ ആരോ ഒരാളുടെ ഇതിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഒന്നിക്ക് ദിലീപായിരിക്കും അല്ലെങ്കിൽ വേറെ ആളായിരിക്കും. കാരണം ഈ കുട്ടി ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 മാസം മുമ്പേ ഈ ഗോവയിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അന്നത്തെ വണ്ടീൻ്റെ ഡ്രൈവർ ഈ സുരിയാണ്. എത്രയോ യാത്ര അവർ ഒറ്റയ്ക്ക് നടത്തിയിട്ടുണ്ട്. അന്ന് വേണമെങ്കിൽ ഗോവയിൽ വെച്ചിട്ട് ഇവർക്ക് ഈ കുട്ടീനെ ആക്രമിക്കുക, എന്തെങ്കിലും ചെയ്യാം. ആ ഗോവയിൽ വെച്ചൊന്നും നടന്നിട്ട് ആർക്കും ഒന്നും പിടുത്തം കിട്ടിയില്ല. ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി ചെയ്യും. ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഈ സംഭവം കൊട്ടേഷൻ ഏറ്റെടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരൊരു കൊട്ടേഷൻ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ചിലപ്പോൾ ദിലീപായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ഒരിക്കലും സുനിയും ഈ കുട്ടിയായിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേകത്തിൽ ഒരു വൈരാഗ്യം ഒന്നുമില്ല എന്നൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. അത് സത്യം. ആരൊക്കെ ഒരാളുണ്ട് കൊട്ടേഷൻ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ശരി, അതാരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇതിൽ നീതി ലഭിക്കണമെങ്കിൽ ആ ഗൂഢാലോചന ആരുടേതാണെന്ന് അറിയണം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇവിടെ ഈ വിധി വന്നതിന് ശേഷം പലരെയും പഴിക്കുകയാണ് പലരും. അതായത് കോടതി ശരിയായിരുന്നില്ല, പ്രോസിക്യൂഷൻ ദുർബലമായിരുന്നു, കുറ്റപത്രം ദുർബലമായിരുന്നു, അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടതായിരുന്നു എന്നൊക്കെയാണ് വാദം. അതേസമയം ഈ തുടക്കകാലത്ത് കേസിൻ്റെ മുൻനിരയിൽ, കേസന്വേഷണത്തിന് മുൻനിരയിലുണ്ടായിരുന്ന റിട്ടയർഡ് ADGP ബി സന്ധ്യ പറയുന്നു ഇത് ഇവിടെ കൊണ്ട് തീരില്ല, ഹൈക്കോടതിയിൽ പോവും, നിയമ പോരാട്ടം തുടരുമെന്നൊക്കെ പറയുന്നുണ്ട്. സർക്കാരും അത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ദുർബലമായ ഫ്രെയിംവർക്കുള്ള ഒരു കുറ്റപത്രവുമായി വേണ്ടത്ര തെളിവുകളില്ലാതെ ഇനി നിയമ പോരാട്ടം തുടർന്നിട്ട് എന്ത് കാര്യം? നിയമപോരാട്ടം പല വിധത്തിലാണുള്ളത്. നിയമപോരാട്ടം അപ്പീലിന് പോകാന്ന് പറഞ്ഞാൽ താഴെ കോടതി അപ്രീഷിയേറ്റ് ചെയ്ത കാര്യങ്ങള് മേലെ കോടതിയിലേക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മേലെ കോടതിക്ക് ഒരു റീഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാൻ തോന്നിയാലും, അല്ലെങ്കിൽ കേസ് റിപ്രിമാൻഡ് ചെയ്ത് വന്നിട്ട് വീണ്ടും എവിഡൻസ് എടുക്കാൻ തോന്നിയാലും, അത് അങ്ങനെ പല കാര്യങ്ങളും കോടതിക്ക് തോന്നും. മേലെ കോടതിക്ക് അധികാരങ്ങളൊക്കെ ഉണ്ട്, തീരെ ഇല്ലാന്ന് വിചാരിക്കരുത്. അപ്പം അതുകൊണ്ട് തന്നെ കേസ് തീർച്ചയായിട്ടും അപ്പീലിന് പോകണം. അത് അതിജീവിതം തന്നെ അപ്പീലിന് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ അതിജീവിത ഇതുവരെ കേസിൽ സൈലന്റ് ആണ്. കാരണം വെച്ചാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതിജീവിതയ്ക്ക് രാമപിള്ളയെ പോലെ ഒരു വക്കീലിനെ വെക്കാൻ സാധിക്കില്ല. കാരണം പ്രോസിക്യൂഷനെ വെച്ചു കൊടുക്കുന്നത് കോടതിയാണ്, നമ്മുടെ ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ ഡിഫൻസ് വക്കീലിന് വരുമ്പോൾ അതിനെ ഇക്വിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല ഡിഫൻസ് സിസ്റ്റം തന്നെ വേണം. നമുക്ക് വന്ന പ്രോസിക്യൂട്ടേഴ്സ് 3 പ്രോസിക്യൂട്ടേഴ്സ് വന്നു. ഞാൻ അവരാരും മോശക്കാരാന്ന് പറയണ്ട, പക്ഷെ അവർക്ക് എന്ത് ഫ്യൂവലാണ് ഉണ്ടായിരുന്നത്. അവരുടെ കാലിബറോ പ്രൊഫഷണൽ ഇത് മാത്രമല്ല, അവര് വേറെ വേറെ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുകയാണ്. അവർക്ക് താമസിക്കാൻ സൗകര്യമില്ല, അവർക്ക് നല്ലൊരു ഓഫീസ് ഇല്ല, അവർക്ക് വേണ്ടുന്ന യാതൊരുവിധ ഹെൽപ്പും ഇല്ല. നിങ്ങൾ പ്രോസിക്യൂഷനെ കാണണം, ഡിഫൻസ് ഓഫീസും കാണണം. അത് നമ്മൾക്ക് ചെയ്യുന്ന ഈ സപ്ലിമെന്റ്സ് ഒക്കെ വലിയ കാര്യം തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ 10-15 ജൂനിയേഴ്സ് ഉണ്ടാവാം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ വലിയ ന്യൂനതയുണ്ട്. പിന്നെ കേരള പോലീസിന്റെ അന്വേഷണം വളരെ മികവുറ്റതാണെന്ന് നമ്മൾ പറഞ്ഞ സൗമ്യ കേസ്. ഈ സൗമ്യ കേസ് വിട്ടുപോയ അതിലെ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ. നമ്മുടെ സൗമ്യ കൊല ചെയ്യപ്പെട്ടു, സൗമ്യ റേപ്പ് ചെയ്യപ്പെട്ടു, പക്ഷെ റേപ്പ് തെളിയിക്കപ്പെട്ടു, കൊല തെളിയിക്കപ്പെട്ടില്ലല്ലോ. അത് എങ്ങനെയാ അതിന്റെ വീഴ്ച എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സുപ്രീം കോടതിയിൽ പിന്നെ പ്രോസിക്യൂഷന്റെ വീഴ്ചയൊക്കെ കാണിച്ചത്. അപ്പോ ആദ്യ പ്രോസിക്യൂട്ടറാണ് തുടങ്ങി വെക്കുന്നത്. ആ പ്രോസിക്യൂട്ടറോട് കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യം കുറ്റപത്രം FIR ഇടുന്നതും കേസ് അന്വേഷണം തുടങ്ങുന്നതും. അവിടെ ദുർബലമായിരുന്നു. പിന്നീട് ടീം അംഗങ്ങളെ കൂട്ടുകയോ പിന്നീട് കാര്യങ്ങൾ കുറേയേറെ അവര് നന്നാക്കാൻ ശ്രമിച്ചു കേട്ടോ. ഈ കേരള പോലീസ് FIR നന്നാക്കി, കുറ്റപത്രം നന്നാക്കി കൊണ്ടുവരുമ്പോൾ
ഒരുപാട് സാക്ഷികളും ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ആകെ ഒരു സങ്കീർണമാക്കി മാറ്റും. അതിന്റെ വലിയ പ്രശ്നം എല്ലാ കേസുകളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എത്രത്തോളം സങ്കീർണമാക്കുന്നു, എല്ലാ ആനുകൂല്യവും കൃത്യമായി തന്നെ പ്രതിക്കാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ തകരാറ് കൊണ്ടാണ് അട്ടിമറിക്കപ്പെടാനൊന്നുമില്ല. പോലീസിനെ ആരും വിലയ്ക്ക് വാങ്ങിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടേഴ്സിനെ ആരും വിലയ്ക്ക് വാങ്ങിയിട്ടല്ല. പക്ഷെ നമ്മളുടെ നിവൃത്തികേട്, നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മകൾ, പിന്നെ നമ്മുടെ കോടതിയിൽ എന്താ സംഭവിച്ചത്, പല കാര്യങ്ങളിലും പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കോടതിയെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കോടതി എനിക്ക് നീതി ചെയ്തില്ല എന്ന് കരഞ്ഞു പറയുന്ന ഒരു അതിജീവിത ഞാൻ ആവശ്യപ്പെട്ട് തന്നെയാണ് ഒരു വനിതാ ജഡ്ജിനെ വെക്കുന്നത്. പക്ഷെ ആ വനിതാ ജഡ്ജി എന്നോട് നീതിപൂർവ്വം പെരുമാറിയില്ല. ഞാനിവിടെ വീണ്ടും ഹറാസ് ചെയ്യപ്പെടാന്ന് പറയുന്നത് കേൾക്കാനും മേലക്കോടതികൾക്ക് കഴിഞ്ഞില്ല. മേലക്കോടതികൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങിയാൽ ജുഡീഷ്യറിയിലെ എല്ലാ ജഡ്ജസിനെയും മാറ്റി കളിക്കാൻ പറ്റൂ, ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടില്ല എന്നൊക്കെ മേലക്കോടതിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും. അപ്പം പ്രോസിക്യൂട്ടേഴ്സ് ഇവിടെ കേസ് നടത്താൻ പറ്റില്ല എന്ന് ഇറങ്ങിപ്പോകുന്നു. അവസാന നിമിഷം അജയകുമാർ സാർ ചർച്ചയിലൊക്കെ ഇരുന്ന ആളാണ്, അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. കാരണം ഒരാളെ അന്ന് കിട്ടിയില്ല. ഒരുപാട് വക്കീലന്മാരെ സമീപിച്ചിട്ട് ഒരു വക്കീലിനെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ വലിയ പ്രശ്നം തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് വക്കാലത്ത് തീർക്കാൻ പറഞ്ഞു? എനിക്ക് ഭയങ്കര എന്താ പറയാ വിഷമം തോന്നി ചെയ്തത്. കാരണം ഞാൻ അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള വക്കീലല്ല, എനിക്കറിയാം. പക്ഷെ എന്നോട് ഈ വക്കാലത്ത് തീർക്കാൻ പറയണമെന്ന് പറയുമ്പോൾ ഒരവസ്ഥ ആലോചിച്ചു. അപ്പോൾ നമ്മൾ പല വക്കീലന്മാരെ സജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വക്കീലന്മാർക്ക് വരാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ഹഡിൽസ് കടന്ന്, എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ വന്ന്. പുറത്തെ ലോകം നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഗ്ലാമറസ് ലോകം, ഒരുപാട് ആൾക്കാരും ഭയങ്കര സൗകര്യമൊക്കെയാണ്. അതൊക്കെ സിനിമയിലേ ഉള്ളൂ ഈ പ്രോസിക്യൂഷന്റെ ഇത്രയും ഗ്ലാമറൊക്കെ. വളരെ ലിമിറ്റഡ് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കുന്നത് എന്തിനാ? ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അയാളുടെ മൊത്തം കരിയറും അയാളുടെ കുടുംബവും അയാളുടെ ഓഫീസൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വന്ന് നിൽക്കാനായിട്ട്, വേറൊരു ജില്ലയിൽ വന്ന് താമസിക്കാനായിട്ട്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ കേസിന്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് കേസിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അവിടെയാണ് ഈ ദുർബലമായ ഒരു കുറ്റപത്രം എന്നൊരു ആരോപണം എടുക്കുക. ഈ അന്വേഷണം തന്നെ എത്രമാത്രം കാര്യക്ഷമമായിരുന്നു ചോദ്യമുണ്ട്. ഈ കേസിൽ വളരെ നിർണായകമായ ഒരു മൊഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെതാണ്. അതായത് ഈ അതിജീവിതയുടെ പീഡന ദൃശ്യം പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും ശക്തമായൊരു പ്രൂഫാണ് അയാൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ വെളിപ്പെടുത്തൽ അയാൾ മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ചെയ്തെന്താണ്? മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ആ പരാതി, ആ വെളിപ്പെടുത്തൽ ഭരണകൂടമോ പോലീസോ അന്വേഷണ സംഘമോ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാലുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം നടന്നു നോക്കുക. ബി സന്ധ്യയെ വേറൊരു അപ്രധാന തസ്തികയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം വന്ന ശ്രീജിത്തിനെ പിന്നെയും മാറ്റുന്നു. പിന്നെ ഇത് കീഴുദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിച്ചത്. അതിൽ ആ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം നേരെ പോയിട്ടില്ല എന്നെങ്കിലും മനസ്സിലായിട്ടില്ലേ? രണ്ടാം ഘട്ടത്തിലാണോ പോവാതിരുന്നത്, ഒന്നാം ഘട്ടത്തിലാണോ പോവാണ്ടിരുന്നത് എന്നൊക്കെ ഒന്ന് ഇഴകേറി പരിശോധിക്കണം. കാരണം ഞാനിത് മൊത്തം കേസിന്റെ പ്രോസസ്സിനുള്ളിൽ കയറി നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടൊന്നുമില്ല. കുറ്റപത്രം വായിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പോരായ്മകൾ നമ്മുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പോരായ്മകളുണ്ട്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ തന്നെ കയ്യിൽ തന്നെ പലതും കിട്ടിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ വളരെ കൈവിട്ടു പോയ സമയത്തൊക്കെ നമ്മൾ ഇടപെടാൻ നോക്കിയ സമയത്ത് ആരുമില്ലാതെ ഗതികെട്ട അവസ്ഥയിൽ അതിജീവിതം, എനിക്കൊരു വക്കീലില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ പഠിക്കാനും വായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പല സ്ഥലത്തും പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബാലേന്ദ്രകുമാർ മീഡിയയിൽ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് ഇടുക്കടേന് ഹിയർസേ എവിഡൻസ് ഒക്കെയാണ്. അതൊക്കെ ഇടുക്കടേനും അപ്രീഷിയേറ്റിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹം മരണമൊഴി പോലെയാണ് കൊടുത്തത് ഏറ്റവും അവസാനത്തെ മൊഴികളൊക്കെ. അദ്ദേഹത്തിന്റെ നന്മയിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഐ മീൻ എന്താ പറയാ, ഒന്നും കാണുന്നില്ല, അതിലൊരു തെറ്റ് കാണുന്നില്ല. പക്ഷെ ആളുകളെടുക്കുന്ന എഫേർട്ട്, ഒരുപാട് മനുഷ്യരെടുത്ത എഫേർട്ട്, ഈ എഫേർട്ടൊന്നും ചാനലൈസ് ചെയ്ത് കൃത്യമായി അത് പിൻ പോയിന്റ് ചെയ്ത് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അത് അതേസമയം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അതിപ്പോ ഞാനൊരു ഡിഫൻസ് വക്കീലാണെങ്കിൽ എനിക്കും അത് സാധിക്കും. പക്ഷെ ഞാനൊരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു വക്കീലാവുകയാണെങ്കിൽ എനിക്കത് സാധിക്കില്ല. അതാണ് ഈ ലിമിറ്റേഷൻസ് പറഞ്ഞ സംഗതി. ഇത് വലിയ പ്രശ്നമാണ്, നമ്മുടെ നാട്ടിൽ നേരിടുന്ന വലിയൊരു വിഷയമാണിത്. ഈ പ്രോസിക്യൂഷൻ സിസ്റ്റം നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇതൊരു വലിയ കേസ്. അതായത് ഞാൻ പറയുന്നത് ഒരു ലീഗൽ
മേഖലയിൽ റിസർച്ചർ എന്ന നിലയിൽ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു സംഗതി, ഇപ്പൊ മധുര റേപ്പ് കേസ് ഉണ്ടായി, അതിനുശേഷം നമ്മുടെ നിയമം മാറ്റി എഴുതി. വിശാഖ കേസ് ഉണ്ടായി, അതിനുശേഷം നമ്മുടെ മറ്റേ ബൻവാരി ദേവിയുടെ കേസിന് ശേഷം വിശാഖ കേസോട് കൂടി വന്നപ്പോൾ അവിടെ മാറ്റങ്ങൾ വരാൻ പറഞ്ഞു, പുതിയ നിയമം കൊണ്ടുവരാൻ പറഞ്ഞു. നിർഭയയുടെ കേസ് വന്നു, നമ്മൾ മാറ്റി എഴുതി. നോക്കൂ, ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഫ്രാങ്കോനെ വെറുതെ വിട്ടു, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ വെറുതെ വിട്ടുന്നു, ഈ ഗോവിന്ദചാമിയെ വെറുതെ വിടുന്നു, മർഡർ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇത്ര മൈറ്റി സ്റ്റേറ്റിന് എന്ത് പോരായ്മയുണ്ടെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മൈറ്റി സ്റ്റേറ്റിൽ എന്താ കാശില്ലേ, മൈറ്റി സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പാവം ദിലീപ് അല്ലേ നിന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ ശരിയാണ്. മൈറ്റി സ്റ്റേറ്റിന് ഇപ്പൊ പോരായ്മകളുണ്ട്, ഈ പോരായ്മകൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു, കാലാനുസൃതമായി തിരുത്തേണ്ടതുണ്ട്. ഈ എവിഡൻസ് എടുക്കാനുള്ള പോരായ്മകള്, എടുത്ത ആൾക്കാരെ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും, ഈ മൊഴി മാറ്റിയ മനുഷ്യരുടെ മുഴുവൻ മൊഴി റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും അവര് പോലീസ് അടിച്ചിട്ട് മേടിച്ചിട്ടാണ് ഈ മൊഴി തന്നെയെന്ന് പറയുമായിരുന്നോ? ഈ മൊഴി മാറ്റി പറഞ്ഞില്ലേ കോടതിയിലെത്തിയപ്പോ? ഈ ഡിജിറ്റൽ തെളിവുകൾ എന്തുകൊണ്ട് ആദ്യമേ കിട്ടിയില്ല നമ്മുടെ കയ്യില്? അത് സായി ശങ്കറിന്റെ കയ്യിൽ കിട്ടിയല്ലോ, എന്തുകൊണ്ട് കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയില്ല? ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക്. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അതായത് ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. പ്രോസിക്യൂഷൻ ഈ ഒരു കേസിൽ മാത്രമല്ല മുഴുവൻ കേസുകളിലും ഈ സിസ്റ്റം പ്രോസിക്യൂഷനെ തോൽപ്പിക്കുന്നു എന്നാണോ? അതല്ല, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുർബലമായ കുറ്റപത്രം എന്ന് പറഞ്ഞാൽ അന്വേഷണം മോശമായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം, അല്ലേ? അതെ അതെ. അല്ല, ഞാനിപ്പോൾ ആശ പറഞ്ഞ ആസ്പെക്ട്സ് ഉണ്ടല്ലോ, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പ്രോസിക്യൂഷൻ പ്രോപ്പറായിട്ട് നടത്താനുണ്ടാകുന്നൊരു പാരഫർണാലിയ വേണം. പ്രോസിക്യൂട്ടർക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന തരത്തിൽ അദ്ദേഹത്തിനുള്ള സെറ്റപ്പ് ഉണ്ടാകണം, അസിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. ഞാൻ ആശ സാധാരണ സംസാരിക്കുമ്പോൾ വളരെ ആക്ടിവിസത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് സത്യത്തിൽ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷേ ആശ വളരെ ഈ വിഷയത്തിൽ പുള്ളിക്കാരി പഠിച്ചിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിന് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ അത് മാറ്റപ്പെടേണ്ട വിഷയം തന്നെയാണ്. ശരിയായ പ്രോസിക്യൂഷൻ നടത്തേണ്ട സംവിധാനം നമുക്കില്ല. നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് ചെയ്യേണ്ടതുണ്ട് പ്രോസിക്യൂഷൻ്റെ ആംഗിൾ. ഞാൻ പറയുന്ന മറ്റൊരു ഇഷ്യൂ, പ്രോസിക്യൂഷൻ എത്ര എഫക്റ്റീവ് ആയാലും, നമ്മളിപ്പോൾ അജയകുമാർ സാറിനെ കുറിച്ചൊക്കെ പ്രോസിക്യൂഷൻ നടത്താൻ നല്ല മിടുക്കനായ ആളാണ്, നമുക്ക് വളരെ എനിക്ക് നന്നായിട്ട് നേരിട്ടറിയാവുന്നതാണ്, നല്ല കഴിവുള്ളതാണ്. പക്ഷേ അദ്ദേഹം പ്രോസിക്യൂഷൻ നടത്തുമ്പോഴും കയ്യിൽ കൊടുത്തിരിക്കുന്ന ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, ആ ചാർജ് ഷീറ്റിൽ കൊണ്ട് ഈ വാരിക്കോരി എന്താ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കുറേ കാര്യങ്ങൾ കൊണ്ട് തള്ളിക്കയറ്റിക്കൊണ്ട് കാര്യമില്ല. അതിന് സെൻസേഷൻ ഉണ്ടാവും, പക്ഷേ എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാവില്ല. എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം. ഈ സെൻസേഷനും അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ചില സമയത്തൊക്കെ ഈ ട്രയലിനെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ഇവർ വന്ന് ബാലേന്ദ്രകുമാർ ഇവിടെ വന്ന് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത്? അത് കോടതി പറയേണ്ട കാര്യമല്ലേ? അതിൻ്റെ ഡിഫൻസ് വരില്ലേ ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ? ആ ചർച്ചകളാകാവുന്നതാണോ? അങ്ങനെ ഞാൻ പറയുന്നത് റെസ്പോൺസിബിളായി കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേസ് നമുക്ക് അതിനൊരു സ്പെസിമെനായിട്ട് എടുക്കാം. തീർച്ചയായിട്ടും വിക്ടിം കൊടുക്കുന്ന അപ്പീലിൽ വിക്ടിമിന് നീതി ലഭിക്കുമെന്ന് നമുക്ക് കരുതാം, അങ്ങനെ പോകാനും കഴിയട്ടെ. പക്ഷേ റെസ്പോൺസിബിളായ ചില മാറ്റങ്ങളും നമുക്കുണ്ടാകണം. നമ്മുടെ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്ന 4 തൂണുകളാണ്. 4 തൂണുകളിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഫോർത്ത് എസ്റ്റേറ്റുമാണ്, നിങ്ങൾ മീഡിയയും. അവിടെ നമ്മൾ നമ്മുടെ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണം. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റായി ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കണം. അതുപോലെ തന്നെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രോസിക്യൂഷനും. അവർക്കും ഫങ്ഷൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഇന്നൊരു സംഭവം ഞാൻ പറയുകയാണ്. കാരണം ഇന്നിപ്പോൾ പ്രതികളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് പൾസർ സുനിയോട് ഒരു പത്രലേഖനം ചോദിക്കുകയാണ്, ദിലീപിനെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? ആ ചോദ്യം ഒട്ടും പ്രസക്തമല്ല, ആ ചോദ്യം അവിടെ പാടില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ ഈ വഴിയിലൊക്കെ ഇട്ട് ചോദിക്കരുത്, അതിന് കുറേ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ പൾസർ സുനി എന്താ പറയാൻ പോകുന്നതെന്നുള്ള ഇൻഡിക്കേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ പറയാൻ ബോംബെ ഇത് നടക്കുമ്പോൾ, ആക്രമണം നടക്കുന്ന സമയത്ത് അതിൻ്റെ വാർത്തകൾ പുറത്തു വിടുകയാണ്. അപ്പോൾ ഹെലികോപ്റ്ററിൽ ആൾ മോഡലിൽ ലാൻഡ് ചെയ്തിട്ട് ടെററിസ്റ്റിനെ പിടിക്കാൻ കയറുകയാണ്. പക്ഷേ ടെററിസ്റ്റ് താഴെ ഇരുന്നത് കാണുകയാണ്, അത് വിഷ്വലൈസ് ചെയ്യുകയാണ്. കാരണം ചാനലുകൾ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടകരമായ റിസ്ക് ആയിരുന്നു അവരെ എടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലത്തെ ഒരു റിസ്ക് ട്രയൽ നടത്തുന്ന പ്രോസിക്യൂഷനും ഉണ്ടാവും. അവരെ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും നമ്മളും റെസ്പോൺസിബിളായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ കഴിഞ്ഞ 7/11/2025 ഹൈക്കോടതിയുടെ ഒരു 5-അംഗ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. റിപ്പോർട്ടഡ് ഡിസിഷനാണ്. 5 ജഡ്ജിമാർ ചേർന്നിരുന്നിട്ട് എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല, എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യാനല്ല, ജുഡീഷ്യൽ ഓഫീസറിന് ലിമിറ്റേഷൻസ് ഉണ്ടാകുകയാണ് അപ്പോൾ തന്നെ. അപ്പോൾ അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പലതവണ നമ്മളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ട്രയലിനെ അഫക്റ്റ് ചെയ്യുന്നതിനുള്ള ഭീതിയിൽ നിന്നാണ് നമ്മളിത് പറയുന്നത്.
അപ്പോൾ ഈ ഇത്തരം ചർച്ചയിൽ തന്നെ ആദ്യം പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇതേ പ്രശ്നമുണ്ട്. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വഴിക്ക് നമ്മൾ അതിനകത്ത് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. പോലീസ് കുറച്ച് സപ്രസ് ചെയ്യാനുണ്ട് പോലീസിന്. ഇത് സപ്രസ് ചെയ്താലേ പ്രതിയെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചില തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ആ ഇൻവെസ്റ്റിഗേഷൻ 1984 ഹൈക്കോടതിയുടെ യുവർ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ മീഡിയ ഡിസ്കഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കഷൻസിൽ നമ്മൾ എവിടെ വരെ പറയണം, എവിടെ പറയാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ അഭിഭാഷകരുടെ ഇടയിൽ ഞാൻ ആശയുടെ കമൻറ്റ് കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ വലിയ സിസ്റ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതേസമയം രാവിലെ ഒരു അഭിഭാഷക ജഡ്ജി രാജിവെക്കണമെന്ന് എന്തായി പറയുന്നത്? ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയത് കൊണ്ട് ജഡ്ജി രാജിവെക്കണം. ജഡ്ജി വനിതയാണ്, ഒരു സ്ത്രീക്കെതിരെയുള്ള ആക്രമണമാണ്, ജഡ്ജിയും സ്ത്രീയാണ്, അതുകൊണ്ട് ജഡ്ജി രാജിവെച്ച ക്രിമിനൽ കണ്ടംപ്റ്റാണ്. ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അപ്പീലെടുക്കാം, നമുക്ക് ജഡ്ജ്മെൻറ്റ് വരട്ടെ, റീസണിങ് വരട്ടെ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ, നമുക്ക് നല്ല കേസ് ഉണ്ടെങ്കിൽ എത്രയോ അപ്പീലുകൾ ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ അപ്പീലുകൾ നമുക്ക് എടുക്കാം, അപ്പീലെടുത്ത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. ആ ജഡ്ജിയുടെ വ്യൂ ആണത്. ജഡ്ജിക്ക് കിട്ടിയ എവിഡൻസസ് ഇൻസഫീഷ്യൻ്റ് ആണെങ്കിൽ അപ്പീൽ ഒരു ഫോർമാലിറ്റി മാത്രമായിട്ട് മാറും. അത് എങ്കിലും നമുക്ക് എടുക്കാമല്ലോ. പക്ഷേ ജഡ്ജി രാജിവെച്ചാൽ പ്രശ്നം തീരുമോ? അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ഇതിനെ കമൻറ്റ് ചെയ്യണം. ഇമോഷണൽ ഒരുപാട് നമ്മൾ ഇമോഷണൽ ആകേണ്ടതില്ല. നമുക്ക് പരിഹാരം വേണ്ടത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവർക്ക് വിക്ടിം. ഇനി വേറൊന്ന് ഞാൻ പറയാം, ശ്രീജിത്തിനോട് എനിക്കൊരു അഭിപ്രായം പറയാം. ശ്രീജിത്തെ, വിക്ടിമിന് ഫീൽ ചെയ്യുന്ന ഒരു ഡയലോഗും പറയരുത്. വിക്ടിമിന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ പറയരുത്. ആരൊക്കെ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ലല്ലോ, ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഒരു ഹാർട്ട് ബേൺ ഉണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളത് പറയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, ഇന്നിപ്പോൾ ഈ പുറത്തിറങ്ങിയിട്ട് ദിലീപ് പത്രക്കാരോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് തന്നെ ഹാർട്ട് ബേൺ ഉണ്ടായി. കാരണം അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ദൈവം എനിക്ക് സത്യം ജയിച്ചു, ദൈവം എൻ്റെ കൂടെ ഒപ്പമാണ് എന്നൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു പടക്കം പൊട്ടിക്കലും കേക്ക് മുറിക്കലും ലഡു വിതരണവും ഇതൊക്കെ ഞാൻ ആ ഒരു പർട്ടിക്കുലർ വിക്ടിമല്ല, ഭാവിയിൽ വരാൻ പോകുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള വിക്ടിംസിന് കോടതിയിൽ ഒരു കേസുമായി മുന്നോട്ട് പോയിട്ട് സപ്പോസ് കേസ് തോറ്റുപോയാൽ എനിക്കെതിരെയുള്ളൊരു ആഘോഷമായി എൻ്റെ പരാജയം മാറും, ഞാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എനിക്കുണ്ടാകും എന്ന ഭീകരത ഉണ്ടാകുന്ന അപകടമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണം. ഞാൻ അവരുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദയവായി ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇത് മാത്രമല്ല കൺസേൺ, എത്രയോ സ്ത്രീകൾ, കുട്ടികൾ, പോക്സോയിലൊക്കെ കുടുങ്ങി എത്രയോ കുട്ടികളുണ്ട്. അവരൊക്കെ മുന്നോട്ട് വരണമല്ലോ. നമ്മുടെ മക്കളല്ലേ അവർ, അല്ലെ നമ്മുടെ സഹോദരിമാരല്ലേ അല്ലേ കൂടെ. അപ്പോൾ അവർക്ക് മുന്നോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം കമൻസ് ഒന്നും വരാൻ പാടില്ല. ജയിക്കും തോക്കാം. കാരണം ഒരുപക്ഷെ 8 വർഷത്തേക്ക് എന്നെ അക്യൂസേഷൻ ഉണ്ടായതിനു ശേഷം ഞാൻ ഇന്ന് കുറ്റവിമുക്തനായി പുറത്തു വരുമ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കുന്നുണ്ടാകും. പക്ഷേ അതല്ല അവിടുത്തെ പ്രശ്നം. നിങ്ങൾ കുറ്റവിമുക്തനായിട്ടുണ്ടാകാം, പക്ഷേ നാളെ ഒരുപാട് വിക്ടിംസ് ഇതുവരെ വരാനുണ്ടാകാം. കുറ്റവിമുക്തത എന്ന് പറയുന്നത് അത് മാത്രമല്ല, അതായത് ഒരു വിക്ടിമിനെ മുറിവേൽപ്പിക്കുന്ന വിക്ടിം ബാഷിംഗ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പ്രസ്താവന മാത്രമല്ല. ഇപ്പം നോക്കൂ, ഇന്ന് വിട്ടയക്കപ്പെട്ട ശേഷം, കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് പറയുന്ന ഒരു കാര്യം, ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മഞ്ജുവും ബി സന്ധ്യയും ഒക്കെയാണെന്നാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞു വയ്ക്കുന്നത്? അപ്പോൾ മഞ്ജു വാര്യർ ദിലീപിനെതിരെ കൊടുത്തുള്ള മൊഴി എന്താണെന്നുള്ളത് മുഴുവൻ പേർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ ക്രൈമിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് ആ അതിജീവിതയോട് ദിലീപിന് വൈരാഗ്യം ഉണ്ടായെന്നുള്ളതൊക്കെ ലോകം മുഴുവൻ അറിയാവുന്ന സത്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു ദാമ്പത്യ ബന്ധം ഉലഞ്ഞു, അതിൻ്റെ വൈരാഗ്യത്തിൽ തന്നെ ഇത്രയും വലിയൊരു കേസിൽ കൊടുക്കാൻ തൻ്റെ ആദ്യ ഭാര്യ ശ്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അത് മാത്രവുമല്ല, ഒരുതരം ഡോഗ് വിസിൽ കൂടിയാണത്. അദ്ദേഹത്തിന് അനുയായികൾ കൊടുക്കുന്ന ഡോഗ് വിസിലാണ്, നിങ്ങൾ അറ്റാക്ക് ചെയ്തോളൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നുകൂടിയാണ്. ഈ ചർച്ച ഇപ്പോൾ നടക്കുന്നതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ പോലും അത്തരം കമൻസുകൾ വരുന്നുണ്ട്. എന്നോടാണോ ചോദ്യം? അതെ ശ്രീജിത്ത്. അതെ, ഞാൻ അതിന് മുമ്പായിട്ട് മുഹമ്മദ് ഷാ വക്കീലും അതുപോലെ തന്നെ ആശ വക്കീലും പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു കാര്യത്തിനുള്ള ഒരു മറുപടി കൂടെ ഞാൻ പറയാം. അതായത് വക്കീൽ ഓഫീസ് ഇല്ലാത്തതും അതായത് എറണാകുളത്ത് ട്രൈ ചെയ്യുന്നൊരു കേസിൽ, എറണാകുളത്ത് ഇത്രയും സെൻസേഷണലും സെൻസിറ്റീവുമായിട്ടുള്ള ഒരു കേസിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്, അതായത് അത് ഇര തീരുമാനിച്ചത്, ഇര പറയുന്ന ആളെ തന്നെ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ആൾക്ക് ഒരു വക്കീൽ ഓഫീസില്ല, അയാൾക്ക് പേനയില്ല എഴുതാൻ, അയാൾക്ക് ഒരു പ്രിൻ്റർ ഇല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഔചിത്യം കേരള സമൂഹം വിലയിരുത്തട്ടെ. കാരണം ദാരിദ്ര്യമൊക്കെ മാറ്റിയ സംസ്ഥാനമാണല്ലോ നമ്മുടേത്. അപ്പം ആ കാര്യങ്ങൾ കേരള സമൂഹം ചിന്തിക്കട്ടെ. അതുകൊണ്ടാണ് ഇത്തരമൊരു വിധി വന്നത് എന്ന്
നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പൊതു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയാണ്, സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ആളുകളുടെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും എല്ലാം ഒരു സംരക്ഷണം നൽകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും സ്റ്റേറ്റിൻ്റെ തന്നെ ചുമതലയാണ്. അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുന്ന സമയത്ത് മിനിമം ഒരു പ്രോസിക്യൂട്ടർക്കുള്ള ഒരു ഓഫീസും ഒരു പേനയും പേപ്പറും പ്രിൻ്ററും ഒക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ച് മാത്രം ഞാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഈ ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് ഈ കേസിലെ പല ഈ പറഞ്ഞിരിക്കുന്ന 6 പ്രതികളെ മാത്രമാണ് കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആ 6 ആളുകളെ മാത്രം കണ്ടെത്താനുള്ള ഒരു കാരണം ദിലീപിനെ ടാർഗറ്റ് ചെയ്ത് ഇപ്പുറത്ത് വലിയൊരു ഒരു മാഫിയ വർക്ക് ചെയ്ത ഒരു ഗൂഢാലോചന ഉണ്ടായതുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ബൈജു പൗലോസ് എന്ന് പറയുന്ന ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് മുൻപാകെ നൽകിയിട്ടുള്ള ഒരു മൊഴി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദിലീപ് കോടതിയുടെ മുൻപിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നോട് പറഞ്ഞു, എന്താണ്, നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും മറ്റും ആളുകളും ഇല്ലേ എന്നുള്ള രീതിയിൽ വധഭീഷണി എന്നുള്ള രീതിയിൽ തന്നെ തട്ടിക്കളയും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു എന്ന ബൈജു പൗലോസിൻ്റെ ഒരു മൊഴിയുണ്ട്. പക്ഷെ ആ സമയത്ത് യഥാർത്ഥത്തിൽ അങ്കമാലി കോടതിയിൽ ഉണ്ടായിരുന്ന കേസാണ്. ആ ഘട്ടത്തിലോ ആ സമയത്തോ ആ ദിവസത്തോ ഈ പറയുന്ന സെഷൻസ് കോടതിയിലേക്ക് ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഈ കേസ് ആ കോടതിയിൽ വന്നിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ അത് നേരത്തെ നമ്മൾ ഫ്രാങ്കോ പിതാവിൻ്റെ കേസിൽ വളരെ കൃത്യമായിട്ട് കണ്ടതല്ലേ. എന്താ ഫ്രാങ്കോ പിതാവിൻ്റെ കേസിൽ സംഭവിച്ചിട്ടുള്ളത്? അതും വളരെ അതിദാരുണമായി കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള കേസല്ലേ. അതിൽ മെഡിക്കൽ രേഖ എങ്ങനെയാണ് ഒരു ഫോർജറി നടത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് യഥാർത്ഥ മെഡിക്കൽ രേഖയുടെ അടിയിൽ വച്ചിട്ടുള്ള കാർബൺ കോപ്പി, അതിനടിയിൽ വരുന്ന കോപ്പി എന്താണെന്നുള്ളത് പ്രോസിക്യൂഷൻ മനസ്സിലാക്കിയില്ല. ഇവർ അതിലെ രേഖ തിരുത്തിയത് മുകളിലെ ഒറിജിനൽ രേഖയിൽ മാത്രമായിരുന്നു. താഴെ കാർബൺ കോപ്പിയുടെ അടിയിൽ ഒറിജിനലായിട്ട് പഴയ രേഖ ഉണ്ടായിരുന്നു. അത് പ്രോസിക്യൂഷൻ രാമൻപിള്ള സാറ് കോടതിയിൽ ഹാജരാക്കി. രാമൻപിള്ള സാറ് ആ വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള രേഖകളൊക്കെ വ്യാജമാണെന്ന് കണ്ടെത്തി ഫ്രാങ്കോ പിതാവിനെ വെറുതെ വിട്ടു. അക്ഷരാർത്ഥത്തിൽ ഇത്തരം പ്രോസിക്യൂഷൻ ഗിമ്മിക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാക്കുന്ന ഫോർജറികൾ, ഈ പ്രോസിക്യൂഷൻ സെൻസേഷണലായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം കേസുകളിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന കാര്യങ്ങൾ, ഇത്തരം ഗിമ്മിക്കുകളുണ്ടല്ലോ, ഇത് അതിജീവിതമാർക്ക്, ഇരകൾക്ക് പാരയായി മാറുന്നു. അവർക്ക് നീതി കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യമായി മാറുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കോടതിയിൽ ഇരയ്ക്ക് വേണ്ടി ഹാജരാകുന്നത്. എന്നാൽ ഇവരുടെ ഒരു സ്വകാര്യ അഭിഭാഷകയായി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ടി.ബി. മിനി, അവരുടെ ഒരു ചാനൽ ചർച്ചയിലെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പബ്ലിക്കായി പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മൊമോഷ സാറും അതുപോലെ തന്നെ ആശ മാഡവും ഒക്കെ കാണേണ്ട ഒരു കാര്യമാണ്. അവർ പറയുന്നത് ഈ കുട്ടിയെ ദിലീപായിരുന്നു റേപ്പ് ചെയ്തിരുന്നതെങ്കിൽ അത് ഇത്രയും വലിയൊരു പ്രശ്നം ആകില്ലായിരുന്നു. ഇതിപ്പം അത്രയും മോശമായിട്ടുള്ള അറിയാത്ത ഒരാൾ, ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം കേസുകളിൽ അതിജീവിതമാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നവരോ അവരെ പിന്തുണയ്ക്കുന്നവരോ ആയ ആക്ടിവിസ്റ്റുകൾ, വനിതാ അഭിഭാഷകർ, ഇവരുടെ ആക്ടിവിസം മൂഡ് കുറച്ച് കൂടി പോകുന്നുണ്ടോ? ഇത്തരം അബദ്ധങ്ങൾ വായിൽ നിന്ന് വീഴാറുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് എന്നോട് വന്നിട്ട് ഞാൻ ചാനലിൽ വന്നിരുന്നു, ഞാൻ PhD ചെയ്യുന്ന വിഷയം കൂടി ആയതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. പക്ഷെ ഞാൻ കോടതിയിൽ കയറിയിട്ട് ഒരു റേപ്പ് കേസിൽ ഒരു പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു മർഡർ കേസ് പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കേസ് എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഇല്ല, സോറി, എനിക്ക് എടുക്കാൻ പറ്റില്ല, നല്ലൊരു വക്കീലിനെ വെക്കണം, സീനിയർ അഡ്വക്കേറ്റിനെ വെക്കണം എന്നാണ് ഞാൻ സജഷൻ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾ ചാടിക്കേറി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കോടതിയിലെ ആക്ടിവിസം കാണിക്കാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ പോരായ്മകളാണ്. പിന്നെ ആവേശം കൊണ്ട് സംസാരിക്കുന്ന സമയത്തും എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. എനിക്ക് മനസ്സിലായി ശ്രീത്ത് പറഞ്ഞത് അത് ഭയങ്കര മോശമായി പോയി, സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അവരത് മാപ്പ് പറയുകയോ പിൻവലിക്കുകയോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഞാൻ ആരുടെയും അക്കാലത്ത് എടുത്തിട്ടില്ല. ഞാനൊരു
അങ്ങനത്തെ ആക്ടിവിസ്റ്റ് സംഘങ്ങളുടെയോ ആളുടെയോ ഒന്നും ഭാഗവുമല്ല. ഞാൻ തള്ളി പറയുന്നതല്ല, പക്ഷെ തെറ്റ് കണ്ടാലും എന്റെ മകൻ ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ഒരു സംഗതി എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ശ്രമിക്കുന്ന ഒരാളാണ്. അതാണ് ഒന്നാമത്തെ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിസ്സാരവൽക്കരിക്കരുത്. അജയകുമാർ സാറിനെ പോലെ ഒരാള് അത്രയധികം കേസുകൾ സ്വന്തം ഉണ്ടായിട്ടും ഒരാരും ഇല്ലാത്ത സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് വന്ന് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിന്റെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് ഞാൻ ഇല്ല എന്ന് പറയില്ല. പക്ഷെ അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറയുന്നത് പേനയില്ല, കടലാസിലെ പ്രിന്റർ ഇല്ല എന്ന് മാത്രമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ 3000 പേജുള്ള 4000 പേജുള്ള ജഡ്ജ്മെന്റിലേക്ക് എത്തുന്ന രീതിയിൽ 2000 പേജുള്ള ആർഗ്യുമെന്റ് നോട്ടൊക്കെ വരുമ്പോൾ അത് മനസ്സിലാവും ഒരു വ്യക്തിക്ക് എത്രത്തോളം പറ്റും. സർക്കാർ ഒരു ജൂനിയറിനെ വെച്ച് കൊടുക്കുമോ? അദ്ദേഹം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ജൂനിയേഴ്സിനെ കിട്ടുക? വളണ്ടിയർ ആയിട്ട് ആരൊക്കെ ചെന്നു ഒരിടത്തേക്ക്? ഇത്തരം വലിയ ചോദ്യങ്ങളുണ്ട്. എന്റെ ആശുപത്രിയിൽ ചെന്നില്ല എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ പണിയെടുക്കണം. ഞാനൊരു സിംഗിൾ പാരന്റും കൂടിയാണ്. അപ്പോൾ എനിക്ക് എന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് പറ്റാവുന്ന കുറെ ഇടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും കയറി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ സീനിയർ അഡ്വക്കേറ്റ്സിന്റെയും ഒരുപാട് ജൂനിയർ അഡ്വക്കേറ്റ്സിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. അതുപോലെ തന്നെ ശ്രീധരനോട് ഞാൻ യോജിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ കേരള പോലീസ് ചില സമയത്തൊക്കെ അനാവശ്യമായിട്ടുള്ള പ്ലേസിംഗ് നടത്തും. അങ്ങനെ പറ്റിയിട്ടുള്ള പ്ലേസിംഗിന്റെ വലിയൊരു ഉദാഹരണമാണ് ഗോവിന്ദചാമിയുടെ കേസിലുണ്ടായത്. അതുപോലത്തെ പ്ലേസിംഗ് ഇതിൽ ഉണ്ടായിട്ടോ എന്ന് ഇത് മൊത്തം വായിച്ചതിന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അത്തരം പ്ലേസിംഗ് പൊളിഞ്ഞു പോകാറുണ്ട്. അത് കുറ്റപത്രത്തിന്റെ എന്താ പറയാ ആത്മാർത്ഥത കൂടിയിട്ടോ എന്നൊക്കെ കൂടിയിട്ട് ഇവർ ചെയ്തുണ്ടാക്കുന്ന കുറെ ഫോൾട്ടുകളുണ്ട്. ആ ഫോൾട്ടുകൾ എപ്പോഴും ഇവർക്ക് പറ്റുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു നടിക്ക് അനുഭവിച്ച ദുര്യോഗത്തിൽ ഒരു കേസിന്റെ അവസ്ഥയാണിത്. ആ കേസിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ആശയെ പോലുള്ളവർ, മുഹമ്മദ് ഷായെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രോസിക്യൂഷന്റെ തന്നെ ഘടനാപരമായ പ്രശ്നങ്ങളിലേക്കാണ്. ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? ഒരു പ്രോസിക്യൂട്ടർ എന്തുകൊണ്ട് ആ കേസ് വാദത്തിൽ ഒറ്റയ്ക്കായി പോയി, ഒരു സഹായമില്ലാതെ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഭരണകൂടം കൂടിയാണ്. കാരണം ഒരേ സമയം അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വേട്ടക്കാരനോടൊപ്പം ഓടിയോ എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീജിത്ത് പെരുമൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ലിബർട്ടി ബഷീർ.